കോൺഗ്രസിലെ സീറ്റ് വിഭജന തർക്കത്തിൽ കാസർഗോഡ് DCCയിൽ കയ്യാങ്കളി. DCC വൈസ് പ്രസിഡന്റ് ജെയ്സ് പന്തമാക്കനും DKDF ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത്. പരസ്പരം മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഷഫീഖ് നസ്രുള്ളിലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീഖ്, ഇത് എപ്പോഴായിരുന്നു സംഭവം നടക്കുന്നത്? DCC ഇതിനെന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? അല്പസമയം മുൻപാണ് ഇങ്ങനെ DCC ഓഫീസിൽ വെച്ച് വൈസ് പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവും തമ്മിലുള്ള കയ്യാങ്കളി ഉണ്ടായത്. ഈ കയ്യാങ്കളി തുടർന്ന് പിന്നീട് DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാണ് ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്ക് എത്തിയത് എന്ന് DCC പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം ഇത്തരം ഒരു സംഭവം DCC ഓഫീസിൽ നടന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയതിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ KPCCക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ഇത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാണ് ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്ക് എത്തിയത് എന്ന് വിശദീകരിക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഈസ്റ്റലേരി പഞ്ചായത്തിലാണ് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ. ജെയിംസ് പന്തമാക്കൽ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പിന്നീടാണ് കോൺഗ്രസിലേക്ക് വിമതനായി മത്സരിച്ച് പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുകയും DCC വൈസ് പ്രസിഡന്റ് ആക്കുകയും ചെയ്തു. ഇത്തവണ ജെയിംംസ് പന്തമാക്കൽ ആ പ്രദേശത്ത് മത്സരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളെ മത്സരിപ്പിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. എന്നാൽ അതിനു പകരം ഈ ജെയിംസ് പന്തമാക്കലിനെതിരെ പ്രവർത്തിച്ച ചില കോൺഗ്രസ് നേതാക്കൾ കൂടി ആ പഞ്ചായത്തിൽ സീറ്റ് അനുവദിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റിനെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ വലിയ വാക്കേറ്റമുണ്ടാവുകയും അത് കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തത്. ഈ സംഭവത്തിൽ DCC അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം DCC ഓഫീസിൽ തന്നെ നടക്കാനുള്ള ഇടയായ കാരണം വളരെ ഗൗരവത്തോടു കൂടിയാണ് KPCC നേതൃത്വം ചോദിച്ചത്. അതിൽ ഈ നടപടി ഉണ്ടാവും എന്ന കാര്യമാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് സൂചിപ്പിക്കുന്നത്. അജയ്, ഷഫീഖ് നസ്രുള്ളിയാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്.